ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രുദ്രൂട്ടൻ്റെ ആദ്യ ചോറൂണാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് രുദ്രൂട്ടൻ ആദ്യമായിട്ട് ചോറ് കൊടുക്കുന്നത്. രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അനിഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും കൂടിയിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തക്കുടുമാണ് ഉണ്ടായിരുന്നത്. രുദ്രൂട്ടൻ അടക്കം അങ്ങനെ ഞങ്ങൾ 6 പേര് കൂടിയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ടൈമേ ഗുരുവായൂർക്ക് എടുക്കുന്നുള്ളൂ. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ആ ഒരു ടൈം കൊണ്ട് തന്നെ എത്തും. വണ്ടിയിൽ കയറി വഴിക്ക് ഞാൻ രുദ്രുവിനെ അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അച്ഛമ്മയും മോനും കൂടിയുള്ള വിശേഷം പറച്ചിലൊക്കെ ആയിരുന്നു. അവനിങ്ങനെ കാഴ്ചകൾ കാണാനും എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുറ്റുള്ളതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ആളിരുന്നോളും. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ട്രാഫിക്കും ബ്ലോക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി വഴിക്ക് മുല്ലപ്പൂവാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ചില്ല, അവിടെ എത്തിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങിയ സ്ഥലത്തു നിന്നാണ് പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അന്നിപ്പോൾ ചിങ്ങമാസം 2-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കല്യാണത്തിൻ്റെ തിരക്കും അതൊക്കെ ആയതുകൊണ്ട് മുല്ലപ്പൂവിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ്. ഞാനും അമ്മയും തക്കടൊക്കെ പൂവൊക്കെ മേടിച്ച് വെച്ചു. സജിമയ്ക്ക് പൂവ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തലവേദന എടുക്കും. അതുകൊണ്ട് അമ്മ പൂവൊന്നും മേടിച്ചില്ല. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ മോന് മേടിച്ചിട്ടുള്ള പുതിയ കസവും മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടാണ് അമ്പലത്തിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അവനാണെങ്കിൽ ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ കാണുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എല്ലായിടത്തേക്കും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ കല്യാണങ്ങളുടെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഞങ്ങൾ തിരിച്ചു വരുന്ന ടൈം ആയപ്പോഴും കല്യാണം കഴിക്കാനായിട്ട് ക്യൂ ആയിരുന്നു അവിടെ ആൾക്കാരുടെ. അത്രയും തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലം ഒന്നും ചോറ് കൊടുത്തിട്ട് തിരിച്ച് വേഗം വരാൻ പറ്റില്ല എന്ന്. പക്ഷെ നമുക്ക് വേഗം തന്നെ ചോറ് കൊടുക്കാൻ പറ്റിയിട്ടാ. കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് കുറേ തിരക്കുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് തീരുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെയുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചോറൂണിനുള്ള റെസിപ്റ്റൊക്കെ മേടിച്ചു. എന്നിട്ട് വേഗം തന്നെ മോനെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചോറൂണിനാണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാം ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോനും എനിക്കും തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് കദളിപ്പഴം വെച്ചിട്ടും എനിക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ആയിരുന്നു തുലാഭാരം. അതും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും കൂടിയിട്ട് ഡയറക്റ്റായിട്ട് അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് പറ്റും. അവർക്ക് ക്യൂ ഒന്നും നിൽക്കാതെ ഡയറക്റ്റായിട്ട് കയറി തൊഴാനായിട്ട് പറ്റും. ഇവിടെ പനിഷേട്ടനില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ കയറി നമ്മൾ നടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ കറക്റ്റ് നട അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുവരെയുള്ള ആൾക്കാരെയൊക്കെ കടത്തി വിട്ടിട്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയായിട്ട് നിൽക്കുകയാണ്. കറക്റ്റ് നട തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് നട തുറന്നപ്പോൾ ശരിക്കും കണ്ട് അങ്ങനെ തൊഴാൻ പറ്റി. സാധാരണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ അധികം നേരം നിന്ന് തൊഴാനൊന്നും പറ്റില്ല. പെട്ടെന്നൊന്ന് കണ്ട് അവർ വേഗം ഇങ്ങനെ പറഞ്ഞയക്കുകയാണ് ചെയ്യാറ്. ഇതെന്തോ നമുക്കൊരു ഭാഗ്യം പോലെ ഇങ്ങനെ ശരിക്കും കയറി കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ക്യൂ നിൽക്കേണ്ടതുകൊണ്ട് ബാക്കിയുള്ളവരാരും അമ്പലത്തിന് ഉള്ളിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോനും കൂടി ഉള്ള കാരണം കൂടുതൽ സമയം എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരാരും അമ്പലത്തിന് ഉള്ളിൽ കയറി തൊഴുതില്ല. വേറൊരു ദിവസം വന്നിട്ട് തൊഴാന്നാണ് വിചാരിക്കുന്നത്. തൊഴുതിറങ്ങിയപ്പോൾ പാൽപ്പായസം മേടിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മുത്തും തക്കുടുമാണ് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാനൊരു രുദ്രൂട്ടനെ അപ്പോൾ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മോന് ചെറുതായിട്ടൊന്ന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ ഫീഡിങ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ മോനെ ആദ്യം തന്നെ ഫീഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. മസാല ദോശയാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവട ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള നന്നായി മുരിഞ്ഞെടുത്തിട്ടുള്ളൊരു ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് വന്ന കറക്റ്റ് ടൈമിൽ രുദ്രപ്പനെ ഉറക്കം വന്നിട്ട് അവൻ കരഞ്ഞു തുടങ്ങി. അമ്മയാണ് അവനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും അവനെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മ അവനെ എടുത്തുകൊണ്ട് നടന്നു. കുറച്ചു നേരം അവനെ എടുത്തുകൊണ്ട് നടന്നപ്പോൾ അവൻ നല്ല ഉറക്കമായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു കടയിലേക്ക് കയറി. എനിക്ക് കുറച്ച് മയിൽപ്പീലി മേടിക്കാനുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിക്ക് രുദ്രപ്പനെ ഒന്ന് ശ്രീകൃഷ്ണനാക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അതിനുള്ള ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് മയിൽപ്പീലി മേടിക്കാമെന്ന് വിചാരിച്ചത്.
അങ്ങനെ ഞാൻ മയിൽപ്പീലൊക്കെ മേടിച്ചു. പിന്നെ അമ്മയ്ക്ക് പഞ്ചലോഹത്തിൻ്റെ മോതിരം മേടിക്കണമായിരുന്നു, തക്കടൂനും വേണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം എല്ലാവരുടെയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മോന് നല്ല ക്ഷീണമായി, രാവിലെ മുതൽ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളൊരു മുസമ്പി ജ്യൂസും മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്, ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, പക്ഷെ വെയിലായതുകൊണ്ട് തന്നെ നല്ല ദാഹമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു മുസമ്പി ജ്യൂസും മേടിച്ച് കുടിച്ചു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും ചോറൂണും തുലാഭാരവും എല്ലാം നന്നായി ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ രുദ്രപ്പൻ്റെ ചോറൂണ് വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതുള്ളൂ ഗൈസ്, ബൈ.